അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ചില മരണങ്ങൾ അത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ വേദന തോന്നാറുണ്ട്, വലിയ ആശ്ചര്യവും പ്രയാസകരവും നമുക്ക് അനുഭവിക്കാറുണ്ട്. പക്ഷേ ആ മരിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഖൈറായിരിക്കും. അവർക്ക് പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗവുമായിരിക്കും. ചില അപകട മരണങ്ങൾ, ചില ആകസ്മികമായ ചില മരണങ്ങളുണ്ട്. യാദൃശ്ചികമായി നമ്മൾ കേൾക്കുന്ന ചില മരണ വാർത്തകൾ, അത് കേൾക്കുന്ന നമുക്കും അത് അനുഭവിക്കേണ്ടി വരുന്ന വീട്ടുകാർക്കും വലിയ മാനസികമായ വിഷമവും സങ്കടവുമായിരിക്കും. പക്ഷെ സത്യത്തിൽ ആ മരിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പരലോകത്ത് സ്വർഗം കിട്ടാൻ അല്ലെങ്കിൽ പരലോകത്ത് രക്ഷപ്പെടാനുള്ളൊരു വഴിയായിരിക്കും ആ ആകസ്മികമായി സംഭവിച്ച ആ ഒരു മരണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസാണ്, വളരെ പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഹദീസ്. ഒരുപക്ഷെ ഈ ഹദീസിന്റെ അർത്ഥം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പല മരണങ്ങളും സംഭവിച്ച് വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന പല വീട്ടുകാർക്കും വലിയ ആശ്വാസം നൽകുന്ന ഒരു ഹദീസായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, മാ തഉദ്ദൂന ഷഹാദ, ഷഹാദത്ത്, രക്തസാക്ഷിത്വം. സ്വഹാബികളെ, ആരെയാണ് നിങ്ങൾ ഷഹീദായി രക്തസാക്ഷികളായി എണ്ണുന്നത്? ആരെയൊക്കെ? അല്ലെങ്കിൽ ഈ രക്തസാക്ഷിത്വം അത് നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഖാലു, നബി സ്വഹാബത്ത് മറുപടി പറഞ്ഞു, അൽ ഖത്ലു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ മരണപ്പെട്ടവർ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ മരണം സംഭവിച്ചവർ, അവരാണ് രക്തസാക്ഷികൾ എന്ന അർത്ഥത്തിൽ സ്വഹാബത്ത് മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പറഞ്ഞു, അശ്ശഹാദത്തു സബ്ഉൻ സിവൽ ഖത്ലി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവർ അവരൊഴികെ വേറെയും 7 ഷഹാദത്തുണ്ട്, 7 രക്തസാക്ഷികളുണ്ട്, 7 രക്തസാക്ഷിത്വമുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത് ശത്രുവിനോട് പടപൊരുതിയിട്ട് മരണപ്പെടുന്നവർ മാത്രമല്ല ഷഹീദ്, അല്ലാതെയും ഷഹീദിന്റെ പ്രതിഫലം കിട്ടുന്ന ചില മരണങ്ങളുണ്ട്. നബിതങ്ങൾ ഓരോന്നായി എണ്ണിപ്പറയുന്നു. അൽ മത്ഊനു ഷഹീദുൻ, പ്ലേഗ് ബാധിച്ചു മരിച്ചവൻ ഷഹീദാണ്. വൽ ഗാരിഖു ഷഹീദുൻ, മുങ്ങി മരണപ്പെട്ടവൻ, സമുദ്രത്തിലോ പുഴയിലോ കിണറ്റിലോ അങ്ങനെ മുങ്ങി മരണം സംഭവിച്ചവർ, അവർ ഷഹീദാണ്. വസ്വാഹിബു ദാത്തിൽ ജംബി ഷഹീദുൻ, ഈ ശ്വാസകോശ സംബന്ധമായ രോഗം, നെഞ്ചുവേദനയ്ക്ക് അതിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. അങ്ങനെ ബാധിച്ചിട്ട് മരണപ്പെട്ടവർ, അവർ ഷഹീദാണ്. ശ്വാസം മുട്ടലും നെഞ്ചുവേദനയും അങ്ങനെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, അത് കാരണം ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നവർ. വൽ മബ്തൂനു ഷഹീദുൻ, ഉദര സംബന്ധമായ രോഗങ്ങളാൽ മരണപ്പെട്ടവർ, വയറുവേദന, അത്തരം രോഗങ്ങളാൽ മരണപ്പെട്ടവർ ഷഹീദാണ്. വസ്വാഹിബുൽ ഹരീഖ് ഷഹീദുൻ, അഗ്നിബാധയാൽ മരണപ്പെട്ടവർ, തീപിടിച്ച് അങ്ങനെ ശരീരം വെന്തു മരണപ്പെട്ട ആളുകളുണ്ട്. നമുക്കത് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ അത്തരം വാർത്തകൾ വായിക്കുമ്പോഴൊക്കെ ബേജാറും വെപ്രാളവുമാണ്. ആ വ്യക്തിയെ അങ്ങനെ മരണപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഒരു സങ്കടമാണ്. പക്ഷെ സത്യത്തിൽ അങ്ങനെ മരണം സംഭവിച്ചവർ, അവർക്ക് നാളെ പരലോകത്ത് ഷഹീദിന്റെ പ്രതിഫലമുണ്ടെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുന്നു, വല്ലദീ യമൂതു തഹ്തൽ ഹദ്മി ഷഹീദുൻ, കെട്ടിടം പൊളിഞ്ഞു വീണ് അതിനടിയിൽപ്പെട്ട് മരണപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്, അവരും ഷഹീദാണ്, അവർക്കും ഷഹീദിന്റെ പ്രതിഫലമാണ്. വൽ മർഅതു തമൂതു ബിജുംഇൻ ഷഹീദത്തുൻ, ഗർഭിണിയായ പെണ്ണ് ആ ഗർഭാവസ്ഥയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ ആ പെണ്ണിന് ഷഹീദിന്റെ പ്രതിഫലമാണ് പരലോകത്ത്. ഈ പറയപ്പെട്ടവരൊക്കെ ആഖിറത്തിന്റെ ഷഹീദാണ്. ദുനിയാവിന്റെ ഷഹീദുണ്ട്, ആഖിറത്തിന്റെ ഷഹീദുണ്ട്. പക്ഷെ ഇപ്പോൾ പറയപ്പെട്ട 7 വിഭാഗം ആഖിറത്തിന്റെ ഷഹീദാണ്. അഥവാ ആഖിറത്തിൽ അവർക്ക് ഷഹീദിന്റെ പ്രതിഫലമാണ് കിട്ടുന്നത്. ഇത്രയും വലിയ പ്രതിഫലം ആഖിറത്തിൽ അവർക്ക് കൊടുക്കാനുള്ള കാരണം വളരെ പ്രയാസകരമായ, നമ്മുടെ കാഴ്ചയിൽ, നമ്മുടെ ദൃഷ്ടിയിൽ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണല്ലോ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിഫലമായി പരലോകത്ത് വലിയ സൗഭാഗ്യങ്ങൾ അവർക്ക് അള്ളാഹു നൽകുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും മരണം ഖൈറായ രീതിയിൽ, നല്ല രീതിയിൽ അള്ളാഹു ആക്കി തരട്ടെ.
നല്ലൊരു സമയത്ത്, നല്ലൊരു നേരത്ത്, നല്ലൊരു അവസ്ഥയിൽ ഈമാനോടുകൂടിയുള്ള മരണം, ആഖിറത്തിൽ രക്ഷപ്പെടാൻ സാധ്യമാകുന്ന തരത്തിലുള്ളൊരു മരണം അള്ളാഹു നമുക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.